നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. കേരളത്തിൽ ഇനി ഒരിക്കലും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലെത്തി. തിരുവനന്തപുരം, എറണാകുളം ഈ രണ്ട് ജില്ലകളിൽ ആയിരിക്കും പ്രളയ ദുരന്തം കൂടുതലുണ്ടാകാൻ സാധ്യത. പ്രളയ ദുരന്തത്തിൻ്റെ അടിസ്ഥാന കാരണം പ്രകൃതിവിഭവങ്ങളുടെ ചൂഷണമാണ്. സർവ്വകുന്നുകളും ഇടിച്ചു നിരത്തി മണ്ണ് കവർന്ന് മരങ്ങളും ജീവജാലങ്ങളും നാശം വരുത്തി ഇതിലൂടെ പ്രകൃതി ചൂഷണം നടക്കുന്നു. ജലസ്രോതസ്സുകളായ തണ്ണീർത്തടങ്ങൾ, നെൽവയൽ, തോടുകൾ ഒക്കെ ഈ എടുക്കുന്ന മണ്ണിട്ട് നികത്തുന്നു. അതോടെ ജലം ഒഴുക്ക്, ജലശേഖരണം, ഭൂഗർഭജല സംരക്ഷണം ഒക്കെ ഇല്ലാതാകുന്നു. കുന്നും വയലും തണ്ണീർത്തടവും കാടും ഒക്കെ നശിപ്പിച്ചിട്ടുള്ള പ്രകൃതി ചൂഷണം കുറേ വർഷങ്ങളായി യാതൊരു നിയന്ത്രണവുമില്ലാതെ തുടരുന്നു. ഇന്ന് അതികഠിനമായ വരൾച്ചയ്ക്കും ശക്തമായ മഴയ്ക്കും ഇത് ഇടയാക്കുന്നു. പ്രകൃതിവിഭവങ്ങളുടെ ചൂഷണം നടത്തുന്നത് ഒരു സംഘടിത ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ്. സംരക്ഷിക്കേണ്ടവർ തന്നെ അന്ധകരാകുന്ന അവസ്ഥയാണ് പ്രകൃതിയെ നടക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നമുക്കാവശ്യം. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ അത് നടക്കുന്നില്ല. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത മനസ്സിലാക്കാതെയുള്ള ഓരോ വികസനവും കേരളത്തിൻ്റെ പ്രകൃതി ദുരന്തത്തിന് ഇടയാക്കുന്നു. കിഴക്കു പടിഞ്ഞാറായി ചരിഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നടക്കുന്നത്. കേരളത്തിലെ എല്ലാ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിനെതിരായി വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടുമാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ കിടപ്പ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികളാണ് വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും ഇടയാക്കുന്നത്. വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമാകുന്നു. റോഡ്, പാലം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പലതരത്തിലുള്ള പ്രകൃതിവിഭവങ്ങൾ ആവശ്യമാണ്. ആ പുതിയ നിർമ്മാണത്തിനും കുന്ന്, പാറ തുടങ്ങിയവ ഖനനം ചെയ്യേണ്ടതായി വരും. എന്തായാലും പ്രകൃതിയെ സംരക്ഷിക്കാതെ ഇതുപോലെ മുന്നോട്ട് പോയാൽ ഒരു വലിയ പ്രളയ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇത് എല്ലാ മലയാളികളും മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്ക് കേരളത്തിലെ ഓരോ ജീവജാലങ്ങളെയും രക്ഷിക്കാം. അതിനായി നമുക്ക് ഒന്നിക്കാം. അതായിരിക്കണം ഇന്ന് ആഘോഷിക്കുന്ന ഈ പരിസ്ഥിതി ദിന സന്ദേശം. അതായി മാറട്ടെ. നിർത്തുന്നു. നന്ദി.